നമസ്കാരം. ആരോഗ്യ വിചാരത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഡോക്ടർ LT ലക്ഷ്മി. പ്രായഭേദമന്യേ എല്ലാവരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് താരൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശിരോചർമ്മം പാളികളായി ഇളകി വരുന്ന ഒരു രോഗാവസ്ഥയാണ് താരൻ. നമ്മൾ ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലിറങ്ങി ഷാംപൂസും അതുപോലെ ക്രീംസും ഹെയർ കെയർ പ്രോഡക്ട്സും ഒക്കെ അന്വേഷിച്ച് പോകുന്നത്. അതുപോലെ നമ്മുടെ മാനസികാവസ്ഥയെ തന്നെ വളരെയധികം അത് വികലമാക്കുകയും ചെയ്യും. വളരെ ടെൻഷൻ അടിക്കും. കാരണം ഹെയർ ഫോൾ ഉണ്ടാകും. ഇതുമൂലം ഉണ്ടാകുന്ന ഹെയർ ഫോൾ നമ്മളെ വളരെയധികം അലട്ടും. ആയുർവേദത്തിൽ ഇതിന് ദാരുണകം എന്നാണ് പറയുന്നത്. കഫവാതം ഹേതുവായിട്ട്, അതായത് കഫദോഷവും വാതദോഷവും ഒക്കെ എക്സസീവായിട്ട് ശിരോചർമ്മത്തിൽ വിള്ളൽ വീഴുകയും അതോടൊപ്പം തന്നെ ചൊറിച്ചിലും മുടി പൊഴിച്ചിലും ഒക്കെയായി പ്രസൻറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഡ്രൈനസ്സും, സ്കാൽപ്പിൽ ഡ്രൈനസ്സും ഒക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ദാരുണകം അഥവാ താരൻ എന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇത് ചില രോഗാവസ്ഥകളുടെ ഭാഗമായിട്ടും കാണുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം താരൻ എന്ന് പറഞ്ഞ് നമ്മൾ ചികിത്സിക്കുന്ന പല കണ്ടീഷൻസും താരനാവണം എന്നില്ല. സ്കാൽപ്പ് സോറിയാസിസ് ഉണ്ട്, സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ട്, ചില കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഉണ്ട്, ചില അലർജിക് റിയാക്ഷൻസ് ഉണ്ട്, ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുന്ന ചില കണ്ടീഷൻസിനും ഇത് താരൻ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അത് താരനാവണമെന്നില്ല. അത് ശരിക്കും നമ്മളൊരു ക്ലിനിക്കൽ എക്സ്പേർട്ടിനെ, നമ്മുടെ തലയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ അത് ഒരു ക്ലിനീഷ്യനെ, ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിന് വേണ്ട പരിഹാരം തേടുകയാണ് വേണ്ടുന്നത്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ സ്കാൽപ്പിൽ ഡ്രൈനസ് ഉണ്ടാക്കുന്ന ചില സോപ്പുകളോ ഷാമ്പുകളോ എക്സസീവായിട്ട് ഉപയോഗിക്കുക, അത് ഒരു പ്രധാന കാരണമാണ്. ചിലരിൽ എക്സസീവായിട്ട് ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടും താരൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാനസിക സംഘർഷം, നമുക്ക് ടെൻഷനൊക്കെ കൂടുന്ന അവസ്ഥയിൽ താരൻ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഈ ടെൻഷൻ എന്നൊക്കെ പറയുന്ന കണ്ടീഷനിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് വീക്കെൻഡ് ആക്കും. അപ്പോൾ നമുക്ക് മറ്റ് ഇൻഫെക്ഷ്യസ് ഏജൻസ് നമ്മളെ ഇൻവൈഡ് ചെയ്യും. നമുക്ക് ഇത്തരത്തിലൊക്കെയുള്ള രോഗാവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ഭക്ഷണ രീതി, പാലുൽപ്പന്നങ്ങളും കൂടുതലായിട്ട് ഉപയോഗിക്കുക, അതുപോലെ ജങ്ക് ഫുഡ്സ് കൂടുതൽ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ഉള്ളവരിൽ നമ്മൾ താരൻ കൂടുതലായി കാണുന്നുണ്ട്. പിന്നെ പുരുഷന്മാരിൽ താരൻ കൂടുതലായി കാണുന്നതാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്ന കാര്യം. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഒരു സ്വാധീനം ഈ രോഗത്തിന് ഉള്ളതായി പറയപ്പെടുന്നു. ഇത്രയൊക്കെ പറഞ്ഞത് നോർമലായിട്ട് താരൻ വരുന്നതിനുള്ള റീസൺസ് ആണ്. പിന്നെ ഇനി പ്രധാനമായും അസുഖങ്ങളിൽ കാണുന്ന, അതായത് ഇപ്പോൾ സോറിയാസിസ് പോലെയൊക്കെ ഉള്ളതിലും സ്കിൻ പ്ലേക്സ് ആയിട്ട് ഇളവി വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള കണ്ടീഷൻസിനകത്ത് ശരിക്കും ഈ അസുഖത്തിനെ കൺട്രോൾ ചെയ്യുകയാണ് വേണ്ടുന്നത്. ചില ഫംഗൽ ഇൻഫെക്ഷൻസ് അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്നതാണ്. ഒരു ഡോക്ടറെ പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത ശേഷം ചികിത്സിച്ച് ഭേദമാക്കേണ്ടുന്നതാണ്. കുട്ടികളിലുണ്ടാകുന്ന ക്രാഡിൽ ക്യാപ്പൊക്കെ, കുഞ്ഞു കുട്ടികളിൽ നമ്മൾ ജനിച്ച ഉടനെ ക്രാഡിൽ ക്യാപ്പ് കാണുമല്ലോ, അപ്പോൾ അതൊക്കെ പലരും വിചാരിക്കും താരനാണെന്നൊക്കെ പറഞ്ഞ് ചികിത്സിക്കും. അതിൻ്റെയൊന്നും യാതൊരു ആവശ്യമില്ല. അതൊക്കെ സെൽഫ് ലിമിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി പറയാൻ പോകുന്നത് താരൻ്റെ ചികിത്സയാണ്. താരൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനെ വളരെ എളുപ്പത്തിൽ തന്നെ ആയുർവേദ വിധിപ്രകാരം നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വളരെ സിമ്പിൾ മെത്തേഡ്സിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം. അതിനായിട്ട് നമുക്ക് പഞ്ചകർമ്മ ചികിത്സയിൽ തന്നെ പല ചികിത്സകൾ നമുക്ക് ഉപയോഗിക്കാം. ചില പ്രത്യേക നസ്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാമി നസ്യം പോലെയുള്ള നസ്യം, അതുപോലെ നമ്മൾ അഭ്യംഗത്തിന് യൂസ് ചെയ്യുന്ന സർവാംഗ തൈലം, അതുപോലെ നമ്മുടെ തന്നെ കാച്ചെണ്ണ, ഇതൊക്കെ വളരെ എഫക്റ്റീവായിട്ട്, താരന് വളരെ എഫക്റ്റീവായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഒരു ഒരു 1 വീക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിന് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡാൻഡ്രഫ് ഓയിൽ എന്ന് പറഞ്ഞൊരു ഓയിലുണ്ട്. അത് വളരെ മികച്ച ഒരു ഓയിലാണ് ഈ താരൻ്റെ ചികിത്സയ്ക്കായിട്ട്. ഡാൻഡ്രക്സ് പൗഡറുണ്ട്. ഡാൻഡ്രക്സ് പൗഡർ ഇതുപോലെ നമുക്ക് എണ്ണ തേച്ചതിന് ശേഷം കുറച്ച് നേരം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ അതിന് സ്യൂട്ടബിളായിട്ടുള്ള ഷാംപൂസ് ഉണ്ട്. നമ്മുടെ തന്നെ ഹെർബൽ ഷാംപൂസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് താളിയൊക്കെ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം. ഇതും വളരെ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് എപ്പോഴും കണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കുറച്ച് ഇതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ സിരാവേദം പോലെയുള്ള കണ്ടീഷൻസ്, ട്രീറ്റ്മെൻറ്റ്സ്, അതുപോലെ എന്താ പറയുക, ശിരോധാര, തല പൊതിച്ചിൽ, ഇങ്ങനെയൊക്കെയുള്ള, അതായത് നമ്മുടെ ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റ്സ് പലതും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റ്സ് നമ്മളിപ്പോൾ ഒരു നസ്യമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു പേഷ്യൻറ്റിൽ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു ഹോട്ട് പ്രൊസീജിയർ കഴിഞ്ഞ് കുറച്ചൊരു വിരേചനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തല പൊതിച്ചിൽ പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്, നമ്മൾ ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ വളരെ തുച്ഛമായ ചിലവിൽ
നമ്മുടെ ഹോസ്പിറ്റലിൽ റൺ ചെയ്ത് വരുന്നതാണ്. വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗമാണ് താരൻ. മറ്റ് അസുഖങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കണം. പിന്നെ പലപ്പോഴും നമ്മൾ താരൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഈ പേഷ്യൻറ്റിൻ്റെ മാനസികാവസ്ഥകളാണ്, അതുപോലെ ഫുഡ് ഹാബിറ്റ്സുമാണ്. ഫുഡ് ഹാബിറ്റ്സ് കൺട്രോൾ ചെയ്യുക, അതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള ടെൻഷൻ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യോഗ, മെഡിറ്റേഷൻ മുതലായവ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ശാന്തമായ ഉറക്കവും ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ സർവാംഗ തൈലമൊക്കെ തേച്ച് കുളിക്കുന്നവർക്ക് നല്ല ഉറക്കം കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് താരൻ്റെ ചികിത്സയെ പറ്റി മൊത്തത്തിൽ പറയാനുള്ളത്. എളുപ്പത്തിൽ ചികിത്സിക്കാവുന്നതും എന്നാൽ ആൾക്കാർക്ക്, അതായത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു രോഗമാണ് താരൻ. ഇത്തരത്തിലൊക്കെയുള്ള മെത്തേഡ്സ് സ്വീകരിക്കുന്നതിലൂടെ, അതുപോലെ ആഹാരവിഹാരങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ താരനെ വേഗം തന്നെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണും വരേക്കും നന്ദി, നമസ്കാരം.